എനിക്ക് വലിയ കൗതൂഹലം തോന്നുന്നുണ്ട്, അതൊന്നും അങ്ങ് വിസ്തരിച്ച് പറയുമെന്ന്. അപ്പോൾ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, ഒരിക്കൽ ഈ മഹാദേവനും അതുപോലെ മഹാദേവൻ്റെ പത്നിയായ പാർവതി ദേവിയുമൊക്കെ ആ വനത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സനകാദി മഹർഷീശ്വരന്മാർ, മഹാദേവൻ അവിടെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി, പാർവതി ദേവി അവിടെയുണ്ട് എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവർക്ക് എന്നാൽ അവരെയൊക്കെ ഒന്ന് ദർശിക്കാം, മഹാദേവനെ ദർശിക്കുക, പാർവതി ദേവിയെ ദർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മഹത്താണല്ലോ എന്ന രീതിക്കാണ് സനകാദികൾ അവിടെ ചെന്നത്. മഹാതപസ്സികളാണ് അവർ. അതുകൊണ്ട് അവരിൽ ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള ദ്വന്ദ്വ ചിന്തകളുമില്ല. അതുകൊണ്ട് അവർ മഹാദേവനെയും പാർവതി ദേവിയും എന്നുള്ളതിലേക്ക് അവിടെ ചെന്നു. ഉടനെ തന്നെ ഈ സനകാദി മഹർഷീശ്വരന്മാർ കയറി വന്നപ്പോൾ പാർവതി ദേവി ഉടനെ തന്നെ ആ മഹാദേവനെ ഉപേക്ഷിച്ച് വസ്ത്രമൊക്കെ ഉടുത്തുകൊണ്ട് അവിടെ നിന്ന് മറഞ്ഞുപോയി എന്നാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഈ മഹർഷീശ്വരന്മാർക്കും അത്ഭുതമായി. അവർ ഉടനെ തന്നെ അവരുടേതായിട്ടുള്ള ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. അവരെ സംബന്ധിച്ച് മഹാദേവനെ കാണണമെന്ന് കരുതി ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി സ്വരൂപനായ മഹാദേവനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ജ്ഞാനം തങ്ങൾക്ക് പകർന്നു കിട്ടും എന്ന രീതിക്കാണ് സനകാദികൾ അവിടെ ചെന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ജ്ഞാനത്തിൻ്റെ തലമല്ല എന്ന് മനസ്സിലായപ്പോൾ അവരവരുടേതായ ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. പക്ഷേ മഹാദേവന് ഈ പാർവതി ദേവിക്കുണ്ടായ അലോസരത മനസ്സിലായി. മഹാദേവന് അലോസരതയൊന്നും ഉണ്ടായില്ല, മഹർഷിമാർക്ക് അലോസരതയൊന്നും ഉണ്ടായില്ല. കാരണം അവർ എല്ലാ പ്രവൃത്തികളെയും ഒരേ രീതിയിലാണ് കാണുന്നത്. ഇന്ന പ്രവൃത്തി മോശം, ഇന്ന പ്രവൃത്തി കേമം, അങ്ങനെയൊന്നും അവരിലില്ല. ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന പല പ്രവൃത്തികൾ. പല ആളുകളും ഇങ്ങനെയൊക്കെ ചില പ്രവൃത്തികളിൽ പ്രത്യേക താല്പര്യം കാണിച്ച് അത് അവരുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്തതായ പ്രാധാന്യം പോലെ തോന്നി ഇല്ലേ. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ വായയിൽ ഉമിനീര് വരുന്നുണ്ട്. ഈ വായയിൽ ഉമിനീര് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇനി ചില സമയത്ത് ഉമിനീര് വരാതെ ആകുമ്പോൾ ഡോക്ടർ പറയും അത് തലച്ചോറിൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോഴാണ് ഇത് അറിയണത് തന്നെ. അപ്പോൾ ഈ ശരീരത്തിലൊരു ഉമിനീര് വരിക എന്ന് പറഞ്ഞ പോലെ പല ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ ഇല്ലേ. പക്ഷേ അത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ആ വ്യക്തിയിലുള്ളതായിട്ടുള്ള അപാകത. അപ്പം അതുകൊണ്ട് ഈ പാർവതി ദേവിക്ക് പെട്ടെന്ന് അത് ശരിയായിട്ട് തോന്നിയില്ല. തനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെയായിട്ടുള്ള, തൻ്റെ ആ അഹങ്കാരപരമായിട്ടുള്ള വ്യക്തിത്വത്തിന് എന്തോ ഒരു നഷ്ടം സംഭവിച്ച പോലെ പാർവതി ദേവിയിൽ അലോസരതയായി. ഉടനെ തന്നെ മഹാദേവൻ ആ പാർവതി ദേവിയുടെ അലോസരത ഒഴിവാക്കാനായിക്കൊണ്ട്, പാർവതി ദേവിയെ സമാധാനിപ്പിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ മഹാദേവൻ ചെയ്തു. ഈ കാട്ടിൽ വരണവരൊക്കെ ഇനി പെണ്ണുങ്ങളാവും. പാർവതി ദേവിക്ക് സമാധാനമായി. എന്താ അതിലിപ്പോൾ സമാധാനത്തിന് അത് ചോദിക്കേണ്ട ഇല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിവിധി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഉടനെ തന്നെ പാർവതി ഇനി മുതൽ ഈ കാട്ടിൽ വരുന്നവരൊക്കെ ഇവിടെ ഏത് പുരുഷൻ വന്നാലും പെണ്ണാവും എന്ത് മഹാദേവൻ പറഞ്ഞപ്പോൾ പാർവതി ദേവിക്കൊരു സമാധാനമായി. അങ്ങനെയുള്ള ആ കാട്ടിലേക്കാണ് ഇപ്പോൾ ആര് കയറി ചെന്നത്? ഈ പറഞ്ഞതായിട്ടുള്ള സുദ്യുമ്നനും കൂട്ടരും കയറി ചെന്ന് വീണ്ടും ഇളയുടെ രൂപത്തിലായി എന്നാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വനത്തിലേക്ക് അന്നു മുതൽ ആളുകൾ പുരുഷന്മാർ പോവാതെയായി. അത് ലോകപ്രസിദ്ധമായിട്ട് തീർന്നു ആ വനം എന്നാണ്. കാരണം എന്താ? അവിടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുള്ളവിടെയാണ് പ്രസിദ്ധി എന്ന് പറയുകയാണ്. എത്രയോ വനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ ഈ വനം എല്ലാവരും, കാരണം അവിടെ അപകടമുണ്ട്. അങ്ങനെ ആരും തന്നെ ആ വനത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ സുദ്യുമ്നൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല. സുദ്യുമ്നൻ പോയത് വേറൊരു വനത്തിലേക്കാണ്. അവിടുന്ന് തെറ്റിത്തിരിഞ്ഞിട്ടാണ് ഈ വനത്തിലേക്ക് വന്നത്. അപ്പോൾ അത് അതിൽ വേറെ ഒരു വ്യംഗ്യമായ അർത്ഥം കൂടി ഉണ്ട്. ഈ രാജാവ് ഈ ചക്രവർത്തിയായി ഇദ്ദേഹത്തിന് സ്വന്തം വനങ്ങളുടെ വ്യത്യാസം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അയാൾക്ക് തന്നെ കിട്ടിയതെന്ന് പറയണം. അപ്പോൾ അതിൽ വ്യംഗ്യമായിട്ട് ഈ ഭരിക്കുന്നവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആണത്തം പോവും എന്നൊക്കെ പറയുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഇതുണ്ടായത്. അപ്പം അങ്ങനെ ഒരു വ്യംഗ്യത ഇതിലുണ്ട്. എന്തായാലും ആ കാട്ടിൽ സ്ത്രീ രൂപത്തിൽ തന്നെ ആയിക്കൊണ്ട് ഈ രാജാവ് സുദ്യുമ്നൻ ഇള എന്ന പേരൊക്കെ സ്വീകരിച്ച് ഇവരൊക്കെ കൂടി കാട്ടിലങ്ങനെ അവിടെ തന്നെ ചെറിയൊരു കൊട്ടാരമൊക്കെ വെച്ച് ജീവിക്കുമ്പോഴാണ് അവിടെ ബുധൻ വന്നു ചേർന്നത്. ബുധൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പുത്രനാണ്. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വളരെ തേജസ്വിയാണ്, വളരെ കാണാൻ ചന്ദ്രനെ പോലെ തന്നെ ചന്ദ്രനിൽ വെച്ച് ഒരു പടി കൂടുതൽ തേജസ്വിയാണ്. അങ്ങനെയുള്ള ബുധനെ കണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പറഞ്ഞതായിട്ടുള്ള ഇളയ്ക്ക് ആ ബുധനോട് താല്പര്യം തോന്നി. അപ്പോൾ ഇളയുടെ കാര്യം ഇപ്പം എങ്ങനെയാണ് പെണ്ണായതാ, എന്നിട്ടിവിടെ എങ്ങനെയാ തിരിച്ച് ആണാവേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ബുധനെ കണ്ടപ്പോൾ ബുധനിൽ പ്രേമായി. അങ്ങനെ ബുധനും ഇളയും തമ്മിൽ വീഴ്ചയുണ്ടായി എന്നാണ്. അങ്ങനെ അവർക്ക് പുരൂരവസമാത്മജം, ആ ഇളയ്ക്കും അതുപോലെ തന്നെ ആ ബുധനും കൂടി ഒരു പുത്രനും ഉണ്ടായി. ആ പുത്രൻ്റെ പേരാണ് പുരൂരവസ്. അപ്പോൾ കുറച്ച് കാലമായി ഈ കാട്ടിൽ തന്നെ കഴിയണം. ആ സമയത്ത് ഈ പുത്രനൊക്കെ ഉണ്ടായ സമയത്ത് പിന്നെ പുത്രനെ രക്ഷിക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ ആ കാട്ടിൽ വെച്ചിട്ട് വിഷമമായതുകൊണ്ട് വീണ്ടും ഗുരുവിൻ്റെ ഓർമ്മ. സുദ്യുമ്നനായിട്ടുള്ള ഇള ഗുരുവായ വസിഷ്ഠനെ സ്മരിച്ചു. വസിഷ്ഠൻ കാര്യങ്ങൾ അറിഞ്ഞു. വസിഷ്ഠൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് വസിഷ്ഠന് വിഷമം തോന്നി. കാരണം എന്താ ഇവിടുന്ന് തുടങ്ങിയത്? ഇവിടുന്ന് വസിഷ്ഠൻ എന്നാണ്. ആ വസിഷ്ഠൻ്റെ ഒരു നിർദ്ദേശം കാരണമാണ് ഇത് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ വസിഷ്ഠന് പിന്നെയും. അപ്പോൾ ഇപ്രാവശ്യം വസിഷ്ഠൻ നേരെ മഹാദേവനെ അങ്ങോട്ട് തപസ് ചെയ്തു. ഇതിനു മുമ്പ് വിഷ്ണുവിനെ തപസ് ചെയ്തേ. ഇപ്പോൾ
അതിനൊരു വ്യത്യാസം ആയിക്കോട്ടെ വെച്ചിട്ട് ശങ്കരനെ തപസ് ചെയ്തു, മഹാദേവനെ തപസ് ചെയ്തു. കാരണം മഹാദേവൻ ആശുതോഷനാണ്, പെട്ടെന്ന് സന്തോഷിക്കും. അതുകൊണ്ട് പെട്ടെന്ന് വേണം കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് എന്തായാലും മഹാദേവനെ സന്തോഷിപ്പിച്ച് പ്രത്യക്ഷമാക്കി തനിക്ക് ഇളയെ വീണ്ടും പൂർണ്ണമായിട്ട് പുരുഷനാക്കി കിട്ടണം എന്നൊക്കെ അഭ്യർത്ഥിച്ചു. പക്ഷേ നോക്കൂ ആ മഹാദേവൻ്റെ രീതി. മഹാദേവൻ്റെ ശാപം കൊണ്ടാണ് ആ സ്ഥലം. ഇനിയിപ്പോൾ ആ മഹാദേവൻ തന്നെ അതിനെ എങ്ങനെ എതിരു ചെയ്യും? കാരണം പാർവതി ദേവിയോട് കൊടുത്ത വാക്കുത് ഇനിയിപ്പോൾ തന്നെ ഭജിച്ച് ഇയാളോട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇദ്ദേഹത്തെ എങ്ങനെ ഭജിക്കണം എന്നാവും. അപ്പോൾ മഹാദേവനാകെ വിഷമിച്ചു. എന്തായാലും മഹാദേവൻ അതിനൊരു പരിഹാരം കണ്ടു. അതെന്താ? അങ്ങനെ 1 മാസം ഇളയും 1 മാസം ശുദ്ധി, 1 മാസം ആണും 1 മാസം പെണ്ണും, ഇത്രയൊരു വ്യത്യാസം. കാരണം മഹാദേവന് താൻ തന്നെ ചെയ്ത ശാപത്തിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മഹാദേവനൊരു വഴി കണ്ടു. 1 മാസം ഇദ്ദേഹം സുദ്യുമനൻ രാജാവായിരിക്കും. അപ്പോൾ അദ്ദേഹം നാട്ടിലൊക്കെ ചെന്ന് രാജ്യമൊക്കെ ഭരിക്കും. ആ 1 മാസം കഴിയാറാകുമ്പോഴത്തേക്ക് കാട്ടിലേക്ക് പോകും. അവിടെ സ്ത്രീ ഇളയായിട്ട് കഴിയും. അങ്ങനെയായി രാജ്യഭരണം. അപ്പം അങ്ങനെയൊക്കെ ആയെങ്കിലും പ്രജകൾ അതിലിഷ്ടപ്പെട്ടില്ല. അതാണ് 1 മാസം രാജാവിനെ കാണും, പിന്നെ 1 മാസം രാജാവില്ല. 1 മാസം ഉണ്ടാവും, പിന്നെ 1 മാസം എവിടെയും. ഇപ്പം അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. കുറച്ച് നേരം അവിടെ ഉണ്ടാവും, പിന്നെ അവിടെ അമേരിക്ക എവിടെയെങ്കിലും ആളില്ല, ഭരിക്കേണ്ട ആളാണ്. അപ്പോൾ ഇത് പണ്ടേ അങ്ങനെയായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമാകും. കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഭരിക്കുക എന്ന് പറഞ്ഞ് കയറിയിരിക്കണം. അപ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല, ആൾക്കാരുടെ പ്രജകളുടെ ചിന്തയില്ല, അവരവൻ്റെ കാര്യത്തിന് ഇറങ്ങിപ്പോയാലോ. അപ്പം അതുകൊണ്ട് ഇവിടെ ഇത് പ്രജകൾക്ക് അന്നത്തെ പ്രജകൾ പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്. ഈ രാജാവ് ചക്രവർത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിരിക്കണ ഒരാവശ്യത്തിന് വയലവിടെ ചോദിച്ചാൽ കാട്ടിൽ പോയി 15 ദിവസം കഴിഞ്ഞ് വരും. എന്ത് കാര്യമാണ്? അതുകൊണ്ട് അവർ രാജാവിനെ ഒരു കാലത്തൊക്കെ വളരെ പുകഴ്ത്തിയ വളരെ കൊണ്ടു നടന്ന ഈ രാജാവിനെ ഭർഷിക്കാനും ചീത്ത പറയാനും പല തോന്നിയവാസം പറയാനും തുടങ്ങി. എന്ത് രാജാവ് ഇങ്ങനെ? ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. പിന്നെ ആ സുദ്യുമനന് വേറെ 3 പുത്രന്മാർ, ഈ പറഞ്ഞതായിട്ടുള്ള പുരൂരവസിന് പുറമെ ഉത്കലൻ, ഗയൻ, വിമലൻ, ഇങ്ങനെ 3 പുത്രന്മാരൊക്കെ ഉണ്ടായത്. എന്തായാലും തൻ്റെ പുരൂരവസിന്, തൻ്റെ പുത്രനായ പുരൂരവസിന് യൗവനമാവേണ്ട താമസം ആ രാജാവാക്കി പുരൂരവസിനെ. എന്നിട്ട് തപസ്സിനായിക്കൊണ്ട് പോയി ഈ സുദ്യുമനൻ തപസ് ചെയ്ത് ഈശ്വരപ്രാപ്തി നേടാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം തപസ് ചെയ്ത് ഈശ്വരപ്രാപ്തി നേടി എന്ന് പറഞ്ഞാണ് ആ അധ്യായമാണ്. അപ്പോൾ ഇത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 10 സന്ദർഭങ്ങളിൽ ഒരു പുറത്തുനിന്നുള്ളൊരു ശക്തിയുടെ ഇടപെടൽ കാണാം. അതായത് ഈ പറഞ്ഞതിലുള്ള കഥാപാത്രങ്ങൾ അറിയാതെ അവരുടെ മനസ്സിൽ ഓരോ പ്രത്യേക ആലോചനകളായിട്ട് 10 സന്ദർഭങ്ങൾ ഉണ്ടായത് കാണാം. ഇത് ഈ രീതിക്ക് പഠിച്ചാൽ നമുക്ക് വളരെ ഗുണം. കാരണം നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിലും ഓരോ ആലോചനകളായിട്ട്, വളരെ സൂക്ഷ്മമായ ചെറിയ ആലോചനകളായിട്ട് ഇത് വരും. അതറിയാതെ നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഒരു 20-25 കൊല്ലത്തെ ജീവിതത്തിലെ സമയവും അതുപോലെ തന്നെ നമ്മുടെ ശക്തി വിശേഷവും ഒക്കെ പോവും. കാരണം ചെറിയ ഒരു ആലോചനാ തലത്തുനിന്ന് അത് അപ്പം തന്നെ അറിയാൻ സാധിച്ചാൽ, അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചാൽ ഒരു 25 കൊല്ലം 30 കൊല്ലം. ചില ആൾക്കാരുടെ ആയുസ് നോക്കൂ, 75-78 കൊല്ലമൊക്കെ ഒരേ കാര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഇപ്പോഴും മതിയായിട്ടൊന്നുമില്ല, ഇതിപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ചെറിയ ആലോചനയെ നമുക്ക് മറികടക്കാൻ പറ്റാത്തതുകൊണ്ട്, അതിൻ്റെ സന്ദർഭം അതെങ്ങനെ നമ്മളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് വലുതായ ഒരു ജന്മം പോയി. അപ്പോൾ ഓരോ ആലോചനയിൽ ഒരു ജന്മം പോകണം. അതുകൊണ്ടാണ് പല പ്രാവശ്യം ജനിക്കേണ്ടി വരും മരിക്കേണ്ടി വരും എന്ന് പറയാൻ കാരണം, എത്ര വൃത്തികൾ നമ്മളിലുണ്ടോ അത്രയും ജന്മങ്ങൾ നമുക്കിവിടെ എടുക്കേണ്ടി വരുന്ന. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കണു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ വസ്തുതയാണ് ഇവിടെ ഈ അധ്യായത്തിലായിട്ട് പറഞ്ഞത്. ഹരിയോ, ഭാഗവത ഗംഗ വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 കൊല്ലം മുമ്പ് സാമ്പത്തിക പരാധീനം മൂലമാണ് ഭാഗവത ഗംഗ നിർത്തേണ്ടി വന്നത്. പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. ഞാൻ ഭഗവാനോട് ഇത് ഒരുപാട് അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ ഭഗവാൻ എന്നോട് പറയാറുണ്ട്, ഉയർത്തു ഉയർത്തു ഉയർത്തു. മനസ്സിനെയാണോ പ്രവൃത്തിയെയാണോ കർമ്മത്തെയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. സങ്കടങ്ങളൊക്കെ ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ ഈ ഭൂമിയെ ഉയർത്തിയ അത്രയും ഭാരം നീ എടുക്കുന്നില്ലല്ലോ. ആ ഒരു വാക്കിൽ നിന്നാണ് ഇപ്പം ഞാൻ ഭാഗവത ഗംഗ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാമ്പത്തിക പരാധീനത തീർന്നിട്ടല്ല, നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ ഇത് മുന്നോട്ട് പോകും. ഒരു തുള്ളിയിൽ നിന്ന് പല തുള്ളി, പല തുള്ളിയിൽ നിന്ന് പ്രവാഹം, അങ്ങനെ ഭാഗവത ഗംഗ ഒഴുകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അഷ്ടമസ്കന്ധത്തിൽ നിന്ന് ഇപ്പോൾ നവമസ്കന്ധത്തിലേക്ക് പോകുകയാണ്. ഇനി ഉള്ളത് ദശമസ്കന്ധമാണ്. ഭഗവാനും വരാൻ തിരക്കായി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദശമം എന്നാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ഉണ്ണിയായിട്ടാണ് വരുന്നത്. ഭഗവാൻ ഈ ഗംഗയിലൂടെ നീന്തി വരികയാണ് നമ്മുടെ അടുത്തേക്ക്. ആ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഒഴുക്കിൽ നിങ്ങളും എന്നോടൊപ്പം ചേരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഹരേ കൃഷ്ണ. പിന്നീട് മനുവിൻ്റേതായിട്ടുള്ള കഥ തുടരുകയാണ്. അതായത് വൈവസ്വത മനു പുത്രന്മാരുണ്ടാവാനുള്ള താല്പര്യത്തോടുകൂടി യമുനാതീരത്ത് ചെന്ന് വീണ്ടും
100 സംവത്സരം തപസ് ചെയ്തു എന്നാണ്. സുദ്യുമ്നൻ്റേതായിട്ടുള്ള ചരിത്രം പറഞ്ഞു. എങ്ങനെയാ സുദ്യുമ്നൻ്റെ ചരിത്രം? അവിടെ നടക്കുന്ന സമയത്ത് വൈവസ്വത മനു വീണ്ടും ചെന്ന് തപസ് ചെയ്തു, കൂടുതലായിട്ട് തനിക്ക് പുത്രന്മാരുണ്ടാവണം. അപ്പോൾ ഈ വൈവസ്വത മനുവിന് ഈ പുത്രന്മാർ, തനിക്കുണ്ടായ പുത്രന്മാരുടെ പല വിധത്തിലുള്ളതായിട്ടുള്ള ആ അനുഭവങ്ങൾ ഒന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയെ ബാധിച്ചില്ല എന്ന് പറയുകയാണ്. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ടുള്ള പല വിധത്തിലുള്ള ജീവിത ചുറ്റുപാടുകളെ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതായത് നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേക താല്പര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ആയാലും അത് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്ന് പറയുകയാണ്. കാരണം ആ പുത്രൻ്റെ ഈ പറഞ്ഞ വസ്തുത ഒക്കെ അവിടെ കണ്ടതാണ്, അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോഴും സുദ്യുമ്നൻ്റെ ആ ജീവിതത്തിലുണ്ടായ വസ്തുതയൊന്നും ഈ വൈവസ്വത മനുവിനെ ബാധകമായിരുന്നില്ല. അദ്ദേഹം ചെന്ന് വീണ്ടും ഹരിയെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി ഹരിയിൽ നിന്ന് തന്നെ പോലെയുള്ളതായ പുത്രന്മാർ വേണം, സ്വസദൃശാൻ എന്നാണ്, തൻ്റെ സാദൃശ്യമുള്ളത്. അത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അവരുടേതായ പുത്രിമാർ അവരെ പോലെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനമായിട്ട് ആ ജീവൻ അറിയാം താനിവിടെ ലോകത്തിൽ നിലനിൽക്കില്ല എന്ന്, മരണമുണ്ടാവുന്നു. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് തൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിലനിർത്തി പോവുക എന്നൊരു കാഴ്ചപ്പാടാണ് അത്ര. ഈ പുത്രിമാരൊക്കെ തന്നെ പോലെ ഉണ്ടെങ്കിൽ തൻ്റെ ഒരു ഭാഗം ഇവിടെ നിലനിന്നു എന്നുള്ളൊരു സമാധാനത്തിൽ പോവുകയാണ്. കാരണം അത്രയും നമ്മളിൽ ഈ എൻ്റെ എന്നുള്ളതായ ആ മമത അത്രയും രൂഢമൂലമാണ് എന്നാണ്. തൻ്റെ പുത്രനുണ്ടായി, പുത്രൻ ജീവിക്കണു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനായിട്ട് അതെന്താ, മരിച്ചു പോകുന്ന അച്ഛനായിട്ട് ബന്ധമാണ്. അതിന് ബന്ധം എന്ന് ചോദിച്ചാൽ ആ പുത്രനോട് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല അച്ഛൻ്റെ തലത്തിൽ. പക്ഷേ ഈ അച്ഛൻ അങ്ങനെയല്ല തോന്നുക. അച്ഛന് തോന്നും തൻ്റേതായ എന്തൊക്കെയോ ഇവിടെ ബാക്കി വെച്ചു, തൻ്റെ പുത്രന്മാർ തന്നെ പോലുള്ളവരെ താൻ ബാക്കി വെക്കണം. അപ്പം തൻ്റേതായ വസ്തുത ഈ വിട്ടുപോകാൻ, നഷ്ടപ്പെടാൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലുണ്ടായ പുത്രന്മാരിൽ ഒരു പുത്രനായിരുന്നു പൃഷദ്രൻ എന്നാണ്. ഈ പൃഷദ്രൻ എന്ന് പറഞ്ഞതായിട്ടുള്ള പുത്രന് ഗുരു പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയാണ് കൊടുത്തത്. അപ്പോൾ പൃഷദ്രൻ ഈ പശുക്കളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു? വീരാസനാവൃത എന്നാണ്, വീരാസനത്തിൽ ചെന്നിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ വീരാസനം എന്നവിടെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഈ വീരാസനത്തിൽ ഇരുന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് ചെന്ന് ഇരിക്കേണ്ടതായ ഈ വ്യക്തിത്വം ഈ സാധാരണ നിലയ്ക്കുള്ളതായിട്ടുള്ള സുഖാസനത്തിലോ പറ്റിയിരുന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വേഗം എഴുന്നേൽക്കാനും പോകാനൊക്കെ പറ്റും. വീരാസനത്തിലിരുന്നാൽ പിന്നെ കുറച്ച് നേരത്തിന് ആ കാലിന് പ്രവർത്തനക്ഷമത ഉണ്ടാവില്ല. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ രക്തയോട്ടമൊക്കെ കമ്മിയാകും. എന്ന് വെച്ചാൽ പശുക്കളെ സംരക്ഷിക്കാൻ കൊടുത്ത ജോലിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് പറയാം, താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഗുരു പറഞ്ഞതല്ലേ എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു കാഴ്ചപ്പാട്. നമ്മൾ ആധുനിക ഭാഷയിൽ പറയുമല്ലോ, ദ അലേർട്ട്നെസ് എന്ന് പറയും. നമ്മളിലുള്ള ജാഗ്രത. നമുക്ക് താല്പര്യമുള്ള ഒരു പ്രവൃത്തിയാണെന്ന് വെച്ചാൽ നമുക്കതിൽ നല്ല ജാഗ്രത ഉണ്ടാവും. നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പ്രവൃത്തിയാണെങ്കിൽ നമുക്കതിൽ ജാഗ്രത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ പൃഷദ്രന് ഗുരു പറഞ്ഞു പശുക്കളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് സ്വയമായിട്ട് അതിനോട് ഒരു തരത്തിലുള്ളതായിട്ടുള്ള താല്പര്യവും ഇല്ല അല്ലേ. ചിലപ്പോൾ ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി പറഞ്ഞാൽ അതൊന്ന് ചെയ്യുമല്ലോ അല്ലേ എന്ന് വെച്ചാൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നർത്ഥം. കേട്ടാൽ നമുക്ക് തോന്നും അത് ചെയ്യുന്നു. പക്ഷേ അയാൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അത് ഉണ്ടാവില്ല എന്നാണ്. അതാണ് എൻ്റെ പറയുമ്പോൾ യെസ് എന്ന് പറയും, പക്ഷെ ചെയ്യുമ്പോൾ ഇല്ല, നോ, ഇത്തരത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ വീരാസനം എന്നൊരു പ്രയോഗം അവിടെ ഉണ്ടായി. അത് തന്നെ വ്യക്തമായി ഇദ്ദേഹത്തിന് അതിൽ താല്പര്യം ഉണ്ടായില്ല ഈ പൃഷദ്രന്. അതുകൊണ്ട് എന്തുണ്ടായി? ഏകതാ പ്രാപിശൽ ഗോഷ്ടം ശാർദൂലോ നിശിവർഷധി ശയാന ഗാപകുത്തായ ബീതാസ്താ ബഭ്രുവൂർവ്രജേ. ഒരു ദിവസം രാത്രി ആ ഗോഷ്ടം എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ വളർത്തുന്നതായിട്ടുള്ള സ്ഥലം. അവിടെ രാത്രി മഴ പെയ്യണ സമയത്ത് ഒരു ശാർദൂലൻ എന്ന് പറഞ്ഞു വെച്ചാൽ നരി, ഈ പശുക്കളെ പിടിക്കാനായതുകൊണ്ട് നരി അവിടെ വന്നു. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശഭയാതുര തസ്യാസ്തകൃന്തിതം ശ്രുത്വാ പൃഷദ്രോ ബിസസാരഹ. അപ്പോൾ അങ്ങനെ നരി വന്ന സമയത്ത് പശുക്കൾ പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അതിൽ ചിലതൊക്കെ കെട്ടഴിഞ്ഞോടി, ചിലതൊക്കെ അവിടെ ആകെ ബഹളം കൂട്ടി. ഇത്രയൊക്കെ ബഹളമായപ്പോഴാണ് ഈ പറഞ്ഞതായിട്ടുള്ള പൃഷദ്രൻ ആ പശുക്കളെ രക്ഷിക്കാനായിക്കൊണ്ട് അവിടെ ചെന്നത് എന്ന്. അപ്പോൾ ഈ പൃഷദ്രന് പിന്നെന്തിനാ അവിടെ ആദ്യം ഇരുന്നിരുന്നത്? നരി വന്ന് പശുക്കളെ പിടിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണോ അതറിയേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നേരത്തെ പറഞ്ഞു. വേഷകൻ തന്നെ പൃഷദ്രൻ തൻ്റെ വാളൊക്കെ എടുത്ത് വെട്ടുകയമായി. ഇപ്പം നരിയുടെ തല പോയി എന്നൊക്കെയാണ് കരുതി. പോയത് പശുവിൻ്റെ തലയായിരുന്നു. ഈ വെട്ടുന്ന വെട്ടിൽ പശുവിൻ്റെ തലയ്ക്ക് കൊള്ളുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വാള് നരിയുടെ കാതിൽ കൊണ്ട് ആ നരിയുടെ കാതയെ മുറിഞ്ഞുള്ളൂ.
വെട്ടുകൊണ്ട് ചത്തത് പശുവായിരുന്നു. പക്ഷേ വൃഷധ്രൻ കരുതി നരിയെ വെട്ടിക്കൊന്നു എന്ന്. വ്യാഘ്രത്തിൻ്റെ കാത് മുറിച്ചതിൻ്റെ കുറച്ചൊരു രക്തം ഉണ്ടായിരുന്നു, പക്ഷേ അതിലധികം രക്തമായിരുന്നു ഈ പശുവിനെ വെട്ടിക്കൊന്നുകൊണ്ട്. അപ്പോൾ ആ രക്തമൊക്കെ കണ്ട സമയത്ത് ഓ ദാ നരിയുടെ രക്തം എന്നൊക്കെയാണ് വൃഷധ്രൻ കരുതിയത്. അങ്ങനെ വിഷ്ടായാം നിശി, രാത്രി കഴിഞ്ഞ സമയത്താണ്, പകലായപ്പോഴാണ് നടന്നത് വൃഷധ്രന് മനസ്സിലായത്. സത്യത്തിൽ നരിയുടെ ഒരു കാതിൻ്റെ കഷ്ണം മാത്രമേ അവിടെ കാണാൻ, താൻ വെട്ടിക്കൊന്നത് പശുവിനെയാണ് എന്ന് വൃഷധ്രന് അപ്പോഴാണ്. അത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന്. അതുപോലെ സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ഈ വൃഷധ്രൻ പശുവിനെ വെട്ടിക്കൊന്നു എന്നറിഞ്ഞപ്പോൾ ശാപമുണ്ടായി. ഗുരു ശപിച്ചു. ഗുരു പറഞ്ഞു, എന്തുണ്ടാവും? നീ ശൂദ്രസ്ഥമായിട്ട് തീരും. നീ ക്ഷത്രിയാധവൻ ആവുന്നതിലധികം ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എപ്പോഴും സുഖം വേണം, സുഖം വേണം. അതായത് ആ ഗുരുവിനത് വേണ്ട പോലെ മനസ്സിലായി ഇയാൾക്ക് എന്താ പ്രശ്നമുണ്ടായിരുന്നത്. അയാൾക്ക് അയാളുടെ സുഖമായിരുന്നു കാര്യം. പശുവിനെ നോക്കാൻ ഒക്കെ ചെന്ന സമയത്ത് അയാളുടെ സുഖത്തിലായിരുന്നു ആൾക്ക് താല്പര്യം. എന്ന് വെച്ചാൽ ഈച്ച് ജോബ് ഡിമാൻഡ്സ് ഇറ്റ്സ് ഓൺ എഫേർട്ട് എന്ന് പറയും. ഏതൊരു പ്രവൃത്തിക്ക് നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവൃത്തി അതിൻ്റേതായ ഗൗരവം, അതിൻ്റേതായിട്ടുള്ള താല്പര്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഖം നോക്കിക്കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാൻ നിന്നാൽ ആ പ്രവൃത്തി വേണ്ട പോലെ ആവില്ല. കാരണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ സുഖത്തിനെ കൊണ്ടുചെന്നുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ഒരു നമുക്ക് തരുന്നതായിട്ടുള്ള വലുതായിട്ടുള്ളൊരു സന്ദേശം. നമ്മളൊരു പ്രവൃത്തി ഏറ്റെടുത്താൽ അതിൽ നമ്മുടേതായിട്ടുള്ള സുഖാസുഖങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആ പ്രവൃത്തി വേണ്ട പോലെ ആവുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ശപിക്കേണ്ടായത്. നീ ശൂദ്രനായിട്ട് പോട്ടെ, സുഖത്തിൽ തൽപരനായിട്ടുള്ളൊരു വ്യക്തിയാണ് നീ. അതുകൊണ്ട് നീ ക്ഷത്രിയൻ്റെ തലം ഇല്ല നിനക്ക്. ക്ഷത്രിയന് പലപ്പോഴും സുഖം ശ്രദ്ധിക്കാൻ സാധിക്കില്ല. തൻ്റേതായ ക്ഷത്രിയധർമ്മം കൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ തൻ്റെ ശാരീരികമോ മാനസികമോ ഒന്നുമായിട്ടുള്ള ഒരു സുഖവും അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് വേണ്ടി വരും പ്രവർത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ഷത്രിയനായിട്ടുള്ള ഭാവം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് രാജഭരണം, രാജ്യം ഭരിക്കാൻ, രാജാവാകാനെന്നുള്ള കഴിവ് നിന്നിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ ഗുരുവിൻ്റെ ശാപം ഇവിടെ ഈ വൃഷധ്രന് വലിയ ഗുണമായിട്ട് തീർന്നു എന്നാണ്. വൃഷധ്രൻ തൻ്റേതായ എല്ലാ സുഖ ചിന്തകളും വെടിഞ്ഞു. തനിക്ക് പറ്റിയതായ അബദ്ധം വൃഷധ്രന് മനസ്സിലായി. താൻ ഈ സുഖത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ജീവിതത്തിൽ തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായത്, തനിക്ക് വിജയം ഉണ്ടാവാതിരുന്നത്. ശ്രദ്ധിച്ചാലറിയാം, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റാത്ത ആളുകൾ പലരും അവനവൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്ത് ദേ ഗീവ് ഓൺലി ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ടു ദെയർ പ്രൊഫഷൻ. അതങ്ങനെയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൃഷധ്രന് ഈ ഗുരുവിൻ്റെ ശാപം കിട്ടിയപ്പോൾ മനസ്സിലായി തനിക്ക് പറ്റിയ മോശം എന്താണ്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ബ്രഹ്മചാരി വ്രതത്തെ സ്വീകരിച്ചു. ഏറ്റവും കഠിനമായിട്ടുള്ള ബ്രഹ്മചാരി വ്രതം. കാരണം സുഖത്തിൻ്റെ പിന്നാലെ പോയ തനിക്ക് ഏറ്റവും കഠിനമായ വ്രതം തന്നെ വേണം എന്ന് ബ്രഹ്മചര്യം അഖണ്ഡിതം എന്നൊക്കെ സനകാദി മഹർഷീശ്വരന്മാരെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സകല ഭൂതങ്ങളുടെയും സുഹൃത്തും സുഖദുഃഖങ്ങൾക്കൊക്കെ അതീതനും എല്ലാ സുഖദുഃഖങ്ങൾക്കും അടിസ്ഥാനവുമായിട്ടുള്ള ആ വാസുദേവനിൽ വാസുദേവ സർവമിതി എന്നാണ്. അപ്പം അതുകൊണ്ട് ആ വാസുദേവനിൽ ഭക്തി വളർത്താനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ഇവിടെ ഈ വൃഷധ്രൻ അനുഷ്ഠിച്ചതായിട്ടുള്ള ആ തപസ്സിൻ്റെ രീതി ഇത് വളരെ നമുക്ക് ഉപകാരപ്രദമാണ്. കാരണം ഈ മടിയനായ സുഖേച്ഛയായ തൻ്റേതായ പ്രവർത്തന മണ്ഡലത്തിൽ താല്പര്യം കാണിക്കാത്ത ആളുകൾ ഏത് രീതിയിൽ വേണം അതൊന്ന് മാറാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ തൻ്റേതായ സുഖതാല്പര്യത്തിൽ നിന്ന് ആദ്യം മനസ്സിനെ മാറ്റണം. തൻ്റേതായ സുഖതാല്പര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഇൻ ഹിസ് ഓൺ പ്രൊഫഷൻ ഹി ക്യാനോട്ട് കം അപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വാസുദേവനിൽ താല്പര്യം. അപ്പോൾ ഈ തൻ്റെ സുഖത്തുനിന്ന് താല്പര്യം എടുക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തൻ്റെയോട് താല്പര്യം ഭഗവാനിലേക്ക് മാറ്റൂ. അപ്പോൾ സുഖത്തിൽ നിന്ന് തൻ്റെ സുഖേച്ഛയിൽ നിന്ന് പതുക്കെ കണ്ട് താല്പര്യം ഭഗവാനിലേക്ക് വാസുദേവനിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റേതായ സംഘം ഈ സുഖത്തിനോടുള്ള സുഖനിസ്പൃഹ എന്നൊക്കെ ഭഗവാൻ തന്നെ ഉദ്ധവനോട് ഉപദേശിക്കുന്നുണ്ട്. ആ സുഖത്തിനോടുള്ളതായിട്ടുള്ള അയാളുടെ അമിതമായിട്ടുള്ള താല്പര്യം അതിന്ന് അയാൾക്ക് വിമുക്തി ഉണ്ടായി. ആ സംഘത്തിൽ നിന്ന് വിമുക്തി ഉണ്ടായി. അതോടുകൂടി മനസ്സ് ശാന്തമായി. ഈ സുഖം എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾക്ക് മനസ്സിന് തീരെ ശാന്തി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് സുഖമായില്ല, ഇത് സുഖമായില്ല, ഇത് ഇങ്ങനെ എപ്പോഴും ആയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സുഖമാകുമ്പോഴേക്കും അടുത്ത സുഖമായില്ല. അപ്പോൾ അങ്ങനെയാണ് മനസ്സിൽ. അതുകൊണ്ട് ശാന്തനാവണമെന്നുണ്ടെങ്കിൽ ഈ സുഖങ്ങളോടുള്ള താല്പര്യം കുറേയൊക്കെ ഇല്ലാതെയാക്കണം. എതിർച്ചയോപന്നേന ഒരു കസ്തുതയും കൂടി ചേർത്ത് തനിക്ക് ജീവിതത്തിൽ എന്താ വന്നു ചേരുന്നത് അത് ഉപയോഗിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു രീതി അഭ്യസിക്കാനായിട്ട് സാധിച്ചു വൃഷധ്രന് എന്നാണ്. തീർത്ഥയാത്രയിൽ ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. അമ്പലങ്ങളിൽ വന്നിരുന്ന ഗോപസ്ത്രീകളോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കോലുമായിട്ട് കളിക്കാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അതിശയിച്ചു. പിന്നെ അതുപോലെ രാധാറാണിയുടെയും ഭഗവാന്റെയും കൂടി ദണ്ഡികയാണല്ലോ.
അപ്പോൾ ആ കോല് കയ്യിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ മുജ്ജന്മ സുഹൃതം തന്നെയാണ്. വിളിക്കൂ 9400 124048.